മതി. ഞാൻ എന്റെ അച്ഛന്റെ ശിഷ്യനായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ സിസ്റ്റർ, യെസ് ഡോക്ടർ. അയാളെ വിളിച്ച് തന്നെ വിളിക്കണു. കൂടുതൽ ഇരുത്തണ്ട, ഞാൻ ഇരുന്നോളാം. ചീട്ടെടുത്തോ? ചീട്ടെടുക്കാൻ ഞാനല്ല, തത്തമ്മയോ. എന്റെ പേര് മണരകാട് മണികുണ്ട. ഗോൾക്കൊണ്ട കഴിച്ചിട്ടുണ്ട്. മണിക്കുണ്ട എന്താ വന്നത്? എന്റെ വലത്തെ കാലിലെ മുട്ടിനൊരു ചെറിയ വേദന. വേദന? വേദന. പ്രായം എത്രയായി? ഈ വരുന്ന ചിങ്ങത്തിൽ 56 തികയും. അപ്പൊ പ്രായത്തിന്റെയാണ് അതാ ഈ വേദന. അത് ശരി, പ്രായത്തിന്റെയാ. അപ്പൊ ഇടത്തെ കാലിന് പ്രായം കുറവാണ്. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ. എന്താ? തന്റെ മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കണം. മുട്ടിന്റെ ചിരട്ടയോ? അതിന് എന്നാ വില വരും? ഒരു 50,000 രൂപയെങ്കിലും വരും. അയ്യോ, അത്രയും വില കൂടിയ ചിരട്ടയൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം ചെയ്യാം, ചിരട്ട ഞാൻ കൊണ്ടുവരാം. ഡോക്ടർ മാറ്റി വെച്ചാൽ മതി. ഓക്കെ. കൊണ്ടുവരുമ്പോ കണ്ണൻ ചിരട്ട വേണോ അതോ മറ്റേ ചിരട്ട വേണോ? കണ്ണാൻ തന്നെ ആയിക്കോട്ടെ. ഓക്കെ. പിന്നെ ഡോക്ടറെ, ഈ മുട്ടിന്റെ വേദന ഇങ്ങോട്ട് കയറി വരുമ്പോ തലയ്ക്ക് ഭയങ്കര പെരുപ്പാ. തലയ്ക്ക് പെരുപ്പാ? ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഓ, ഞാൻ വരുന്നില്ല, ഡോക്ടർ പോയി ഛർദ്ദിച്ചു. ഞാൻ വേണേ വന്ന് പുറത്തിരുമി തരാം. തനിക്ക് അലർജി അറിയത്തില്ല. ഒരു പണി, ഞാനൊരു പെൻസിൽ എഴുതി തരാം. അതെന്നാ, പേന തെളിയത്തില്ലേ? നീ ഇങ്ങോട്ട് വേണേ, നന്നായിട്ട് തെളിയുന്ന സ്കെച്ച് പേനുണ്ട്, ഞാൻ എഴുതി തരാം. തന്നോട് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളെ അലോപ്പതി ഇടപെടരുതെന്ന്. ഇനി ഒരു മുറുക്കാൻ മതി. പോടേക്കാം. സിസ്റ്റർ, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ക്രൗഡ്സിന് പോകുന്നതായിരിക്കും കറങ്ങാൻ. റോണി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഡോക്ടർ സുരേന്ദ്രൻ, ഒന്ന് നിൽക്കണം. എന്താ? നിനക്കിപ്പോ ആയുർവേദത്തോട് പുച്ഛമല്ലേ? കണ്ണിക്കെന്റെ കമ്മ്യൂണിസ്റ്റ് വെച്ച് ചപ്പും ചവറും ഒക്കെ പിഴിഞ്ഞ് ആൾക്കാർക്ക് കൊടുക്കുന്നതാണോ ആയുർവേദം? അപ്പൊ നീ ചെയ്യുന്നതോ? ഞാൻ എന്ത് ചെയ്തു? പനിയായിട്ട് വരുന്ന പാവം രോഗികളെ ഓപ്പറേഷൻ ചെയ്യലല്ലേ നിന്റെ പണി. നീ അത്രയ്ക്ക് വലിയ ഡോക്ടറാണെങ്കിൽ അയാളെ കാലിൽ എന്ത് പറ്റിയാണെന്ന് പറയാമോ? അതാ പാദത്തിന്റെ എല്ല് പൊട്ടിയിരിക്കുന്നത്. പിന്നെ എല്ല് പൊട്ടിയെന്നു? എടാ, അത് അവന്റെ ഞരമ്പ് പിടച്ചതാ. എല്ല് പൊട്ടിയതാണ്. ഓടാ, ഞരമ്പ് പിടച്ചതാ. ഒന്നും എത്രപ്പാ അവനെ കുറെ എല്ല് പൊട്ടലും ഞരമ്പ് പിടച്ചിലും എന്റെ കാലിലെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയിട്ട് ഒരു കണക്കിന് ഞാൻ വീട്ടിലേക്ക് നടന്നോളേ. വന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ തുമ്മൽ കൂടിയിട്ടുണ്ടല്ലോ. കൂടുതലാ വൈദ്യരെ. അങ്ങോട്ട് പിടിച്ച് കിടത്തുക. ആ ധാര മൂക്കിൽ വീഴത്തക്ക വിധം അദ്ദേഹത്തിനെ അങ്ങോട്ട് കിടത്തുക. ആധാരം മൂക്കി വീഴാനോ? ആധാരമല്ല, ആ ധാര. മനസ്സിലായില്ലേ? അങ്ങോട്ട് കിടത്തുക. ഇളനീർക്കുഴമ്പാണ്. കണ്ണ് നന്നായിട്ട് തെളിയും. അത് ഇളനീർക്കുഴമ്പല്ല. ആര് പറഞ്ഞത് ഇളനീർക്കുഴമ്പാണ്? പിന്നെന്തോ അത് മീൻകറിയല്ലേ? മീൻകറി? അതിന് നമ്മളിവിടെ മീൻ വാങ്ങിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? പിന്നെ അടുക്കള മീനോ? മഹാഭാവി, നിന്റെ പാമ്പ് കൊത്തൂടാ. ആസ്മയ്ക്ക് വിഴുങ്ങാനുള്ള ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന മീനെടുത്തത് എന്റെ കറി വെച്ച് തൂക്കി മാറി തിരിഞ്ഞു അങ്ങോട്ടാന്ന് വെച്ചാ. എന്റെ കണ്ണിൽ മീൻ മുള്ളുകൊണ്ടേ. ആ 4000ന്റെ ബില്ല് അങ്ങോട്ട് കൊടുത്തിട്ട് കാശ് മേടിച്ചിട്ട് ആ ഷർട്ട് അങ്ങോട്ട് കൊടുത്തു വിടുക. ഇങ്ങോട്ട് വരിക. ആ പെണ്ണമ്മ അവിടെ നിന്നേ. എന്താ? നീ മൃതസഞ്ജീവിനെ വരയ്ക്കാൻ മരത്തവലയിലൊക്കെ ഒന്നും അല്ലല്ലോ പോയത്. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇന്നലെ ഒരു നേരത്തെ ഇവിടുന്ന് പോയതാ, അതുകൊണ്ട് ചോദിച്ചതാണ്. നീ ആടി തൂങ്ങി നിൽക്കാതെ മരുന്ന് കൊണ്ട് അകത്തുകൊണ്ട് വെക്കേ. അയ്യോ, ഇത് മരുന്നൊന്നുമല്ല. ഇല്ല, എന്റെ ആടിന് കുറച്ച് തീറ്റ ചേർത്തോണ്ട് വന്നതാ. പെണ്ണമ്മേ, ഇവിടെ ആയുർവേദമാണ് നടത്തുന്നത്. അതിന് ആയുർവേദം അല്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല, നിന്റെ പോക്കും വരവും കണ്ടാ തോന്നും ഇവിടെ രതി നിർവേദമാണ് നടക്കുന്നതെന്ന്. വെറുതെ വടിയെടുത്ത് അടിപടിക്കല്ലോ, ഒരു കാര്യമില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണ്ട. പ്രകാശ്, പ്രകാശ്,
പ്രകാശ് എന്തിനു പിണങ്ങാൻ? ഞാൻ ആ വൈദ്യരുടെ മോനല്ലേ, ഇങ്ങോട്ട് വാ, ഞാൻ മാറ്റി തരാം. ആണോ? എന്നാ ഞാൻ വരാം. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. ഹൈ, ഇതാരായി വന്നിരിക്കണേ? ശങ്കുണ്ണി, ഒരു 4000ന്റെ ബില്ല് അങ്ങോട്ട് റെഡിയാക്കി വെക്കാം. എന്താ ഇപ്പൊ പുതിയ വിശേഷം? താനിനി എന്നെ ചികിത്സിക്കണ്ടല്ലോ. ചികിത്സിക്കണ്ടാന്നോ? അതെന്താ? കഴിഞ്ഞ 20 വർഷം കൊണ്ട് തനിക്ക് മാറ്റാൻ പറ്റാത്ത എന്റെ തുമ്മല് തന്റെ ഈ മോൻ ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റിയിടോ. വേറോ? മോനെ ഡോക്ടർ സുരേന്ദ്രൻ ഒന്ന് നിൽക്കണം. എന്താ വെച്ചാ 20 വർഷമായിട്ട് ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്ന അയാളുടെ തുമ്മൽ ഒറ്റ നിമിഷം കൊണ്ട് നീ മാറ്റിയല്ലേ? അതെ. എങ്ങനെ? എന്റെ അച്ഛാ, വെറും സിമ്പിൾ. അയാളുടെ മൂക്കിലെ ഒരു രോമം മുകളിലേക്ക് വളഞ്ഞു കുത്തുന്നത് കൊണ്ടാണ് അയാൾ തുമ്മിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു കത്രി എടുത്ത് അത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അയ്യോ, എടാ മഹാഭാവി, നീ ആ രോമം കട്ട് ചെയ്ത് കളഞ്ഞല്ലടാ. ആ, നിനക്കറിയോ, കഴിഞ്ഞ 20 വർഷമായി നിന്നെ പഠിപ്പിച്ച് MBBS പഠിപ്പിച്ചതും നിന്റെ 3 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടതും ആ രോമം കാരണം. പണിമാളിക പൊടിഞ്ഞതും കാറ് വാങ്ങിച്ചതുമെല്ലാം ആ ഒരൊറ്റ